ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വിവാഹം നടത്താറുണ്ട്. പൊതുവെ വിവാഹം നടക്കാറുള്ളത് 4 കാര്യങ്ങളെ പരിഗണിച്ചിട്ടാണ്. തുൻകഹുൽ മർഅതു ലിഅർബഅ ഖിസാൽ ലിമാലിഹാ, പെണ്ണിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് വിവാഹം നടത്തുന്ന ആളുകളുണ്ട്. വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ, കുടുംബ പശ്ചാത്തലം നോക്കിക്കൊണ്ട് ഖുറൈശി തറവാട് പോലെ ഉന്നതമാകുന്ന തറവാട്ട് മഹിമയുള്ള പെണ്ണാണ്, ഉന്നത കുലീനതയിൽ പറന്നവളാണെന്ന് പറഞ്ഞ് കുടുംബ മഹിമ മാത്രം നോക്കിക്കൊണ്ട് വിവാഹം നടത്തുന്ന ആളുകളുണ്ട്. മാത്രമല്ല സമ്പത്ത് നോക്കിക്കൊണ്ട് വിവാഹം നടത്തുന്നതായ ആളുകളുണ്ട്. അവസാനമായി നബി തങ്ങൾ പറയുന്നു വലി ദീനിഹാ, സമ്പത്തും സൗന്ദര്യവും കുടുംബവും മാത്രമല്ല ദീൻ നോക്കി വിവാഹം നടക്കാറുമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൾഫർ ബിദാത്തിദ്ദീൻ, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവരെ വിവാഹം ചെയ്യണേ, ദീൻ മുറുകെ പിടിക്കണേ. ദീനാണ് ഒന്നാമതായി നിങ്ങൾ എടുക്കേണ്ട മാനദണ്ഡം. അത് ശ്രദ്ധിക്കാതെ പോകുന്നത് അപകടമാണ്, അപകടമാണ്. ദീനില്ലാതായി പോകുന്ന മനുഷ്യ, നിനക്ക് നാശമാണ്, നാശമാണ്. തരിബത്തിയതാകാ, നിന്റെ 2 കൈകളും നാശത്തിലേക്ക് വഴുതി വരാൻ ഹേതുവാകമേ. ദീനില്ലാത്തവരുമായി ബന്ധം പുലർത്തലെന്നും നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച സംഗതിയാ. സമ്പത്തിന് വേണ്ടി സന്താനങ്ങൾ ഈ ദുനിയാവിൽ ജീവിതം കൊഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലയോ? പെണ്ണിന്റെ വീട്ടുകാരുടെ അവരുടെ മാതാപിതാക്കളുടേതാകുന്ന സമ്പത്ത് കണ്ടിട്ട്, അവരുടെ കുടുംബത്തിന്റെ തറവാട്ടിന്റെ മഹിമ കണ്ടിട്ട്, അവരുടെ സൗന്ദര്യത്തിൽ ആകർഷനായി വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരാ, ഈ രീതിയിൽ തന്നെ ആൺകുട്ടികളുടെ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന പെങ്ങളെ, പെങ്ങളെ, ശരീരത്തിന്റെ തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്ന പെങ്ങളെ, നാളെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. നിനക്ക് അവനിലൂടെ ലഭിക്കുന്നതാകുന്ന കുട്ടികൾ സാലിഹീങ്ങളാകാതിരിക്കാൻ ഹേതുവാണ്. അതുകൊണ്ട് അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകല്ലേ. നീ ദീനിനെയാണ് ഒന്നാമതായി മാനദണ്ഡമാക്കേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ച്, സൗന്ദര്യം മാത്രം ലക്ഷ്യം വെച്ച്, കുടുംബ മഹിമ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം നടക്കാൻ പാടില്ല. നോക്കണ്ട എന്നല്ല, ഇതൊക്കെ നോക്കിക്കോ, മാനദണ്ഡമാക്കിക്കോ. പക്ഷെ ദീനിന് ഒന്നാമതായി സ്ഥാനം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുള്ളവളാണോ, മദ്രസയിൽ പോയിട്ടുള്ളതാണോ, ദീൻ പഠിച്ചിട്ടുള്ളതാണോ, ഖുർആൻ പഠിച്ചിട്ടുള്ളതാണോ, അവരുടെ കുടുംബ പശ്ചാത്തലത്തിലും ദീനുണ്ടോ ഒക്കെ പരിശോധിക്കണം. അങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിക്കാം. പിന്നാണ് സമ്പത്തിന്റെ ഘടന, പിന്നാണ് സൗന്ദര്യം, ഒക്കെ പിന്നീടാണ്. ഒന്നാമതായി നോക്കേണ്ടത് ദീനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ദീനുള്ളതാകുന്ന വിവാഹം നടക്കുമ്പോ ആ നിക്കാഹിലും ആത്മീയത നിഴലിക്കണം. ഇന്നത്തെ നിക്കാഹൊക്കെ കണ്ടില്ലേ, എത്ര പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലൂടെ നിനക്ക് നൽകപ്പെടുന്ന സന്താനങ്ങളും ഇതിനേക്കാൾ വലിയ തെമ്മാടികളും ഇതിനേക്കാൾ വലിയ പേക്കൂത്തുകളും കാണിക്കുന്നവരായി മാറും. എത്ര വലിയ മോശത്തരമാണ് നിക്കാഹ് എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായ വേദിയിൽ വെച്ചുകൊണ്ട് അരങ്ങേറുന്നത്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. മർഹൂം ശൈഖുനാ തഴവ ഉസ്താദ് വഫാത്തായിട്ട് 26 വർഷത്തിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതല്ലേ. വഫാത്തിനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച മവാഹിബുൽ ജലിയയിലൂടെ 46 വർഷങ്ങൾ പഴക്കമുള്ള മവാഹിബുൽ ജലിയയിലൂടെ ഇന്ന് നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ചൊരു കറാമത്ത് എന്ന വികേന വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടി ടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്,
നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സുന്നത്തായ കർമ്മമായി പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തിനെ ഹയാത്താക്കാൻ ഈ ഉമ്മത്ത് കൊണ്ടുവരുന്നത് മോശപ്പെട്ട ശൈലിയല്ലേ അവലംബിച്ചിട്ടുള്ളത്? എത്ര വലിയ ധൂർത്തിലേക്കാണ് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടത്, എത്ര വലിയ ദുർവ്യയത്തിലേക്കാണ് ഈ സമുദായം വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത്. പണമുള്ള ആളുകൾ മുഴുവനും പേക്കൂത്തുകൾക്ക് പിന്നാലെയാണ്. കോടിക്കണക്കിന് സമ്പത്ത് ആസ്തിയുള്ളവൻ തന്റെ സമ്പത്തിന്റെ ആസ്തി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്വന്തം മകളുടെ വിവാഹം വരുമ്പോഴാണ്. ഞാൻ നാട്ടിൽ അറിയപ്പെട്ടതാകുന്ന പണക്കാരനാണ്, ഞാൻ കടക്കൽ അറിയപ്പെട്ടതാകുന്ന ധനികനാണ്. ഇതറിയിക്കാൻ വാപ്പമാര് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് മക്കളുടെ കല്യാണം വരുമ്പോഴാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. തലവാ ഉസ്താദ് പറഞ്ഞതും എഴുതി വെച്ചതും എത്ര കറക്റ്റാണ്. കോടിക്കണക്കിന് സമ്പത്തല്ലേ ആളുകൾ ചെലവഴിക്കുന്നത്. സ്വന്തം മക്കളുടെ കല്യാണം നാട്ടുകാർ മുഴുവനും അറിയണം, ജനങ്ങൾ മുഴുവനും ഞെട്ടണം. ഇത്രയേറെ സമ്പത്ത് ഇവന്റെ കയ്യിലുണ്ടെന്നറിയണം. അതിനുവേണ്ടി മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം എന്നിങ്ങനെ കല്യാണത്തിന് മുമ്പ് തന്നെ ഡേറ്റ് ഇട്ടുകൊണ്ട് എത്രയോ ദിവസങ്ങളായിട്ട് ആഭാസങ്ങൾ കാണിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തേ മുസ്ലിമേ മറന്നു പോകുന്നു? വലാ തുബദ്ദിറ തബ്ദീറാ, വലാ തുബദ്ദിറ തബ്ദീറാ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ ധൂർത്തും ദുർവ്യയത്തിലേക്കും പോകരുതേ. നിങ്ങൾ കഴിച്ചുകൊള്ളുക, ഭുജിച്ചുകൊള്ളുക. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കഴിക്കാം, ഭുജിക്കാം. വലാ തുസ്രിഫൂ, ദുർവ്യയം നടത്തരുതേ, ദുർവ്യയം നടത്തരുതേ. ദൂർത്തടിക്കുന്നതായ ആളുകളില്ലേ, സമ്പത്ത് കൊണ്ടുപോയി ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ചെലവഴിക്കുന്നവരില്ലേ. കല്യാണം വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വിളിച്ചുകൊണ്ട് നടത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ കുറച്ചിലാണ് എന്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നതായ ആധുനിക നവതലമുറയില്ലേ, മുസ്ലിം സഹോദരങ്ങളില്ലേ. أشهد أن محمد رسول الله. مرحبا. أشهد أن محمد رسول الله. مرحبا. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة. لا حول ولا قوة إلا بالله. لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة
والدرجة الرفيعة بعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. إن شاء الله നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. ഉസ്താദും പറയും നമുക്ക് ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം ജമാഅത്തായി നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇരുത്തം നാളെ റബ്ബിന്റെ ദർബാറിൽ മഹ്ശറിലുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാകുമാറാവട്ടെ. അവ നിക്കാഹ് എന്ന് പറയുന്ന മഹനീയമായ കർമ്മം അത് ഇസ്ലാമികമായിരിക്കണം. അഅ്ലിനു നിക്കാഹ വജഅലുഹാ ഫിൽ മസാജിദി ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ നിക്കാഹ് പരസ്യപ്പെടുത്തണം. ഇന്ന് നിക്കാഹ് നിൽക്കുന്ന എങ്ങനെയാ? അപ്പായ അറിയുന്നില്ല, ഉമ്മായി അറിയുന്നില്ല, രണ്ട് പെണ്ണുങ്ങൾ ചെറുക്കനും പെണ്ണും പോയി എവിടെയെങ്കിലും പോയി രജിസ്റ്റർ വിവാഹം കൂട്ടുകാരുമായിട്ട് ചെയ്തിട്ട് മാലയൊക്കെ ഇട്ടിട്ട് അസ്സലാമു അലൈക്കും ഉമ്മാടെയും വാപ്പാടെയും കാല് പിടിക്കാൻ വരിക. അപ്പോ വാപ്പായും ഉമ്മായും ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും. പറ്റത്തില്ല, ഇവിടെ പറ്റൂല, ഇറക്കിയൊക്കെ വിടും. അവസാനം ഒരു കൈക്കുഞ്ഞുമായിട്ട് കയറി വരുമ്പോ ഉമ്മ പതുക്കെ പുറകത്തെ വാതിൽ തുറന്നു, സാധാ ഫ്രണ്ട് വാതിൽ തുറന്നില്ല, പുറകിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറ്റി. ഇത്രയേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടൊരു കുട്ടിയാക്കിയിട്ടാണ് പിന്നെ എല്ലാവരും വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പുതിയ തലമുറ എങ്ങനെയായി മാറി? അഅ്ലിനു നിക്കാഹ വജഅലുഹാ ഫിൽ മസാജിദി ശഫീഉനാ റസൂലുള്ളാഹി. നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തണം, അതെല്ലാവരെയും അറിയിക്കണം. നിക്കാഹ് പരസ്യപ്പെടുത്തി ഇന്ന ആളിന് നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കണം. അതിന് പല മാർഗങ്ങളുണ്ട്. ഫോൺ വിളിച്ച് പറയാം. അതിന് അവരെ വിളിച്ചിട്ട് ശാപ്പാട് കൊടുക്കണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, മറിച്ച് വജഅലുഹാ ഫിൽ മസാജിദ്, ജനങ്ങൾ അറിയിക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വെച്ചുകൊണ്ടാവട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി പള്ളിയിൽ വെച്ചാകുമ്പോൾ 4 ആള് എങ്ങനെയാണെങ്കിലും അറിയും. കുറഞ്ഞ പക്ഷം നിസ്കരിക്കാൻ വരുന്നവരെങ്കിലും അറിയും. അവരാണ് ഏറ്റവും വലിയ ന്യൂസുകാർ. അവർ നാട്ടുകാർക്ക് മുഴുവൻ ന്യൂസ് കൊടുത്തു, വിവരങ്ങളെല്ലാം കൊടുക്കുമല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എത്തും. ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് വിവരങ്ങൾ എത്തും. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും നല്ലത് ജുമഅയ്ക്ക് മുമ്പാണ്. അത് രാവിലെ സുബഹിക്ക് ശേഷം നിക്കാഹ് നടക്കാൻ ഏറ്റവും നല്ല സമയം. ഇമാമിങ്ങളെ രേഖപ്പെടുത്തുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ഇനി ജുമഅയ്ക്ക് മുമ്പ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ വേണ്ട, കുടുംബക്കാർക്ക് പാട് പ്രയാസമാണെങ്കിൽ ജുമഅ കഴിഞ്ഞ ഉടനെ ആവട്ടെ, ജുമഅയ്ക്ക് ശേഷവും അനുവാദം നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠത നിക്കാഹ് കർമ്മത്തിന്. അതൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. കാരണം സയ്യിദുൽ അയ്യാം യൗമുൽ ജുമഅ ശഫീഉനാ റസൂലുള്ളാഹി. ദിവസങ്ങളിലെ രാജാവാണ്, നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ഈദുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ പെരുന്നാളിന്റെ സുദിനമാണ്. പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, ഫുഖറാക്കൾ, മിസ്കീന്മാർക്കുള്ള പെരുന്നാളിന്റെ സുദിനമാണ് ഏത്? വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ നമ്മുടെ പെരുന്നാളിന്റെ സുദിനത്തിലാക്കിക്കൂടെ? വെള്ളിയാഴ്ച ആക്കിക്കൂടെ നിക്കാഹ്? ഇനിയെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഞായറാഴ്ചയിലേക്ക് മാറ്റുന്നു. എന്തിന്? എല്ലാവരുടെയും ഒഴിവ് സമയങ്ങൾ നോക്കിക്കൊണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. സുന്നത്തുകൾ അതിൻ്റെതായ രീതിക്ക് ക്രമപ്പെടുത്തണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. കാരണം ഈ വിവാഹത്തിലൂടെയുള്ള മർമ്മപ്രധാനമായ ലക്ഷ്യമുണ്ട് നമുക്ക്. വെറുതെ വിവാഹ ജീവിതം നയിച്ചിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് സേവ് ഡേറ്റ് കാണിക്കുന്ന പോലെ ഏതെങ്കിലും ബീച്ചിൽ പോയി, വർക്കല ബീച്ചിൽ ഒരു കടയുടെ പിന്നിലിരുന്ന് ഫോട്ടോ എടുത്തിട്ട് ഇത് നാട്ടുകാരെ മുഴുവനും ഫോണിൽ കാണിക്കാൻ വേണ്ടി, ചിത്രം കാണിക്കാനുള്ള ഒരു പണിയല്ല ഈ വിവാഹം. മറിച്ചെന്താ? ഇതിലൂടെ വലിയൊരു ചിന്താധാരയാണ്, വലിയൊരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. സ്വാലിഹീങ്ങളാകുന്ന മക്കളെ ഈ ലോകത്തേക്ക് സമ്മാനിക്കപ്പെടുകയാണ്. അത് കറക്റ്റാവണമെങ്കിൽ വിവാഹത്തിന്റെ തുടക്കം കറക്റ്റാവണം. ഞാൻ കൂടുതലായി ഇവിടെ വിശദീകരിക്കുന്നില്ല, അതൊക്കെ ധാരാളം പറയേണ്ടത്, അതുമായി പറയപ്പെട്ടത് വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ പറഞ്ഞതുണ്ട്, നിങ്ങൾ അത് കേൾക്കും. ഇനിയിപ്പോൾ അതിലേക്ക് പോയാൽ പറഞ്ഞ വക്ക് നിയത്ത് വെച്ചിട്ടുള്ള പലതും നമുക്ക് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്, ഓടിച്ച് പറയുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹു നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ നിക്കാഹ് ഇസ്ലാമികമാകണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയിൽ വെച്ചാകണം. ആവശ്യമില്ലാത്ത പരിപാടികളും കോലാഹലങ്ങളും പാട്ടും കൂത്തും ഡാൻസും ഒന്നും വേണ്ട. ഒക്കെ പരിശുദ്ധ ഇസ്ലാമിനെതിരാണെന്ന് മനസ്സിലാക്കി ശക്തമായ നിലയ്ക്ക് അതിന് പെണ്ണും ചെറുക്കനും നല്ല രീതിയിൽ തീരുമാനമെടുത്താൻ തീരുന്നേ ഉള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടത് കൊണ്ടുവരിക. പലപ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അവരുടെ കൂട്ടുകാർ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആഭാസങ്ങളാണ്. പല പെൺകുട്ടികളുടെയും വീട്ടിൽ ഇത്തരത്തിലുള്ള അശ്ലീലതകൾക്ക് മുതൽക്കൂട്ടാകുന്നത് അവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് നടന്ന എല്ലാ പേക്കൂത്തുകളും എന്റെ കല്യാണത്തിന് വേണമെന്ന് പെൺകുട്ടികൾ തന്നെ മാതാപിതാക്കളോട് വാശി പിടിക്കുന്നതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾക്കൊപ്പം വധുവും വരനും രണ്ടുപേരും ഈ വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തണം. നിങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടി സാലിഹാവണമെങ്കിൽ, നാളെയുടെ ലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ ദർബാറിലെത്തുമ്പോ, മഹ്ശറിലെത്തുമ്പോ നിങ്ങൾക്ക് താങ്ങായി തണലായി മക്കൾ വർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദുനിയാവിൽ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചേ പറ്റൂ. അള്ളാഹു
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു തമാശ കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഇനി വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ തലയിൽ, വധുവിന്റെ തലയിലേക്ക് ആദ്യം കൈവക്കണം വരൻ. ആദ്യ കാഴ്ചയിൽ അതാണ് ചെയ്യേണ്ടത്. പെണ്ണ് കാണൽ ചടങ്ങുണ്ട്, അതതിനു മുമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ? പിന്നെ കാണലില്ലല്ലോ. പിന്നെ കാണുന്നത് ചിലപ്പോൾ മണിയറയിലായിരിക്കും. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് താലി ചാർത്താനായിട്ട് അങ്ങോട്ട് വരുമായിരിക്കും. താലി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുക്കുന്നു, മഹർ കൊടുക്കുന്നു. മഹറായിട്ടാണല്ലോ ഇപ്പൊ താലിമാല വെക്കുന്നത്, മഹറായിട്ട് കൊടുക്കുന്നു. ആ സമയത്ത് പെണ്ണിന്റെ തലയിലേക്ക് കൈവച്ചിട്ടൊരു ദുആ സുന്നത്തുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, എത്രയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇസ്ലാമികപരമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഉമ്മത്ത് പലപ്പോഴും മാറി ചിന്തിക്കുന്നു, അതൊക്കെ ശ്രദ്ധ പതിപ്പിക്കാതെ പോകുന്നു. اللهم إني أسألك خيرها وخير ما جبلتها عليها وأعوذ بك من شرها وشر ما جبلتها عليها. അല്ലാഹുവേ, ഇവളിൽ നിന്നുള്ള എല്ലാ ഖൈറിനെയും ഞാൻ ചോദിക്കുകയാണ്. ഇവളിൽ എന്തെല്ലാം ഖൈറുകൾ നീ പടച്ചിട്ടുണ്ടോ, സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ നിന്നോട് തേടുന്നു അല്ലാ. ഇവളെ തൊട്ടുള്ള എല്ലാ ശുറൂർ ഫസാദുകളെ തൊട്ടും കാവൽ തേടുന്നു അല്ലാ. ആദ്യമായി വരൻ വധുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന കാഴ്ചകൾ ഒരൊറ്റ കാഴ്ചയല്ലാതെ, കല്യാണ പെണ്ണിനെ കാണുന്നതാകുന്ന കാഴ്ചയല്ലാതെ മറ്റൊരു കാഴ്ചത്തിന് വേണ്ടിയുള്ള കാഴ്ചകളും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇന്ന് നടക്കുന്ന മിഠായി കൊടുക്കലും വാങ്ങലും, മൊബൈൽ കൊടുക്കലും വാങ്ങലും, സേവ് ദ ഡേറ്റിന് വേണ്ടി പോകലും, അത്തരത്തിലുള്ള യാത്രകളും വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന ഒരുമിച്ചുള്ള താമസവും വർത്തമാനവും ഒന്നും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതേ അല്ല. ഏതെങ്കിലും പാശ്ചാത്യ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ റീൽസ് കാണിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ നിന്നെ തരംഗത്തിലേക്ക് കൊണ്ടുവരുമ്പോ അത് കണ്ടുകൊണ്ട് പെങ്ങളെ നീ നകളിക്കല്ലേ, എനിക്കും ഇത്തരത്തിലുള്ള പ്രവണത വേണമെന്ന് ആശ വെക്കാൻ മുസ്ലിം പെണ്ണേ നിനക്ക് പാടില്ല. നീ അല്ലാഹും റസൂലും പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവളാണോ? നാളെ സ്വർഗം വേണമെന്ന് ആവശ്യപ്പെടുന്നവളാണോ? സാലിഹീങ്ങളാകുന്ന മക്കളെ നിനക്കിലൂടെ പറക്കണമെന്ന് ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്നവളാണോ? എന്നാൽ നീ ശ്രദ്ധിക്കൽ അനിവാര്യമാ. ആദ്യ കാഴ്ചയിൽ വരൻ വധുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. കൊടുക്കണം. മൂർധാവിൽ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ദുആ കൊടുക്കും. അപ്പൊ തന്നെ പകുതി റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം എല്ലാ ഖൈറും ചോദിക്കാൻ എല്ലാ ഷർറിനെ തൊട്ട് കാവലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളവൂല, കാരണം നേരത്തെ തന്നെ കാവല് തേടിയിട്ടുണ്ട്. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇത് ഈ കാവലത്തേട്ട് ഇല്ലാത്തതുകൊണ്ടാണ് 2 ആഴ്ച കഴിയുമ്പോൾ ഇളക്കം തുടങ്ങും. അല്ലാഹുവേ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. പിന്നെ അവരുമായിട്ടുള്ള വിവാഹ ജീവിതം തുടങ്ങുകയാണ്. 2 റക്അത്ത് അവർ സുന്നത്ത് നമസ്കരിക്കണം. ഭർത്താവ് ഇമാമത്ത് നിൽക്കുന്നു, ഭാര്യ പുറകിൽ നിൽക്കുന്നു. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. വിവാഹ ജീവിതത്തിലെ ഖൈറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാന്യമായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ കാവൽ പടന്മാരായി കബൂലാക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ജാമഅ ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി, ആരെങ്കിലും തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ, അഥവാ അഊദു ബിസ്മിയും ചൊല്ലാതെയാണ് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നത് എങ്കിൽ, സിനിമ കണ്ട് സീരിയൽ കണ്ട് പാശ്ചാത്യരുടേതാകുന്ന വീഴ്ചകൾ കണ്ടിട്ട് അതേപോലെ കാമഭ്രാന്തി വെറുഭാന്തം പൂന്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പ്രാപിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാടില്ല. പരിശുദ്ധ ഇസ്ലാം അന്യമായി
അന്യവൽക്കരിച്ച കാര്യമാണ്. ഹറാമാകുന്ന തലത്തിലേക്കുള്ള കാഴ്ചകളും ഹറാമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളും പാടില്ല. നിന്റെ ഭാര്യയുമായി ആദ്യമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇല്ലെങ്കിൽ അതിൽ ജനിക്കുന്നതാകുന്ന കുട്ടികൾക്ക് പൈശാചികത ഉണ്ടാകുമേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, എത്രയോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാകുന്ന വാക്യമാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അഊദും ബിസ്മിയും ചൊല്ലിയിട്ടില്ല എങ്കിൽ ഇൻതവശൈത്വാനു യഹ്ലീലഹു, പിശാച് അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുരുണ്ട് കിടക്കും. പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ഉണ്ടാകും. അവളുമായി നീ ബന്ധപ്പെടുമ്പോൾ പൈശാചികമാകുന്ന ബന്ധപ്പെടലാണ് ഉണ്ടാവുക എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ അധ്യാപനമാണ്. തമാശയായി കാണല്ലേ മുസ്ലിമേ. ഇതൊക്കെ നിസാരവൽക്കരിച്ച മുസ്ലിമീങ്ങൾക്ക് പിറക്കുന്ന മക്കൾ ഇന്ന് മോശപ്പെട്ട ശൈലിയല്ലേ. റമദാൻ മാസത്തിൽ പോലും നോമ്പ് നോൽക്കാത്ത മക്കളില്ലേ, കള്ളു കുടിക്കുന്ന മക്കളില്ലേ, വ്യഭിചരിക്കുന്ന മക്കളില്ലേ, സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയ മക്കളില്ലേ, മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന മക്കളില്ലേ, MDMA LSD അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ ദുഷിച്ചതാകുന്ന മക്കളുണ്ട്. അതുകൊണ്ട് നവമിഥുനങ്ങളാകുന്ന യുവാക്കളെ, യുവതികളെ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരി, നിന്റെ ഭാര്യയുമായി ഏത് സമയത്തും കടപ്പറയിലേക്ക് പോയാലും അഊദും ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ മക്കൾ സാലിഹീങ്ങളാവണോ, പെങ്ങളെ നിനക്ക് ലഭിക്കുന്നതാകുന്ന കുട്ടി സാലിഹാവണോ, ഇത് ശ്രദ്ധിക്കൽ അനിവാര്യമാ. ഇത് തമാശയ്ക്കുന്ന കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ്. പിശാചി എവിടെയും പ്രവേശിക്കുമെന്നാണല്ലോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മനുഷ്യ നിന്റെ രക്തത്തിൻ്റെതാകുന്ന, രക്തം സഞ്ചരിക്കുന്നതാകുന്ന നരമ്പുകളിൽ പോലും പിശാച് കടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടേക്കെല്ലാം പിശാച് സഞ്ചരിക്കുമേ ഹബീബുനാ റസൂലുള്ളാഹി. പിശാചിന് അതിനുള്ള കഴിവുണ്ട്. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ, നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ പിശാച് രൂപം അറിയുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നാൽ മലക്കുകൾ നായയുടെയും പന്നിയുടെയും രൂപം അവർക്ക് വരാൻ സാധിക്കില്ല. അതൊഴിച്ച് ബാക്കിയുള്ള കോലത്തിൽ മനുഷ്യന്റെ രൂപത്തിലൊക്കെ ആർക്ക് വരാൻ സാധിക്കും? മലക്കുകൾക്ക് വരാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസിലുണ്ടല്ലോ. ആർക്കാണ് തിരസ്കരിക്കാൻ പറ്റുന്നത്, അവഗണിക്കാൻ പറ്റുക? മനുഷ്യന്റെ രൂപത്തിൽ വരും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖൻസീർ, നായയുടെയും പന്നിയുടെയും രൂപത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോലത്തിലും ആർക്ക് വരെ വനം? മലക്കുകൾക്ക് രൂപം അറിയാമെന്നാണ് ഹദീസാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഇതൊരു നിസാരമായ കാര്യമായി കാണരുത്. പലരും മുഅ്മിനീങ്ങളും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു അവഗണനയോടുകൂടി ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഇതിനെ നിസാരവൽക്കരിക്കുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്, പലപ്പോഴും മറന്നുപോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതോ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. നിനക്കുണ്ടാവുന്ന മക്കൾ, അവരുടെ തലമുറ, പരമ്പരകൾ, അത് മുഴുവനും ആത്മീയത ഇല്ലാതായി പോകും. അതുകൊണ്ട് തുടക്കം മുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ കുട്ടി ജനിച്ചു കഴിയുമ്പോ കുട്ടിയുടെ കാതിൽ ആദ്യം ബാങ്ക് കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം പിശാച് പുറത്തു പോകാനാണ്. ബാങ്ക് കൊടുത്ത അങ്ങനെയാണ് പിശാച് അപ്പം പുറത്തു പോകും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവാണ് വലിയവൻ. ഇത് കുട്ടിയുടെ കാതിലേക്ക് കൊടുക്കുമ്പോ
പിശാച് ഓടുമേ ഓടുമേ. എത്രത്തോളം കീഴ്വായി വിട്ടുകൊണ്ടാണ് പിശാച് ഓടുക എന്ന് വരെ ഹദീസിലില്ലേ, ഹദീസിലില്ലേ. ഹദീസാണ്. ഇനിയിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബാങ്കിനെയൊക്കെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കാര്യമല്ല. ബാങ്ക് വിളിക്കുന്ന വ്യക്തിയും ഉന്നത സ്ഥാനമാണ് നാളെ മഹ്ശറയിൽ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നതാകുന്ന ക്ഷണിതാക്കളെക്കാൾ ഏറ്റവും ഉത്തമൻ ആരുണ്ട്? ഏറ്റവും മഹത്തമായ സ്ഥാനമാണ് നാളെ മഹ്ശറയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവനും വന്ന് നിൽക്കുമ്പോൾ 12 വർഷം കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് മുഴക്കുന്ന ഏതൊരു മുഅദ്ദിനുണ്ടോ സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ മുഅദ്ദിന്മാരൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഅദ്ദിൻ എന്നാണ് ബാങ്ക് വിളി, അല്ലാഹുവിനെ വിളി അറിയിക്കുന്ന വ്യക്തിയാണ്. പള്ളിയിലേക്കുള്ളതാകുന്ന ക്ഷണിതാവാണത്. സാരമല്ല. ഈ ബാങ്ക് കൊടുക്കുന്നതോടൊരു കുട്ടിയിൽ നിന്ന് പിശാച് ഓടും. ജനിച്ച കുട്ടിക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കൾക്ക് വിളിച്ച് ബാങ്ക് കൊടുക്കണം. മക്കൾ രാത്രി കിടന്നിട്ട് ഭയങ്കര കരച്ചില്, ഒച്ചപ്പാടും ബഹളവും. പെണ്ണുങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇന്നലെ ഒരു തുള്ളി ഉറക്കിയില്ല, അപ്പം കിടന്ന് കീറ്റലായിരുന്നു, ഒച്ചപ്പാടും ബഹളവും എന്ന് പറയാറില്ല. അപ്പം കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കണം. അതിന് ബാങ്ക് കൊടുക്കാൻ വാപ്പാക്ക് അറിയണ്ടേ? വാപ്പാക്ക് ബാങ്ക് കൊടുക്കാൻ അറിയാൻ പറ്റില്ല. എങ്ങനെ ബാങ്ക് കൊടുക്കുക? ബാങ്ക് കൊടുക്കുമ്പോ ഇല്ല കുല്യായിൽ കാഫിറിനെ ഓതി പോലെയാണ്, മറങ്ങി നിൽക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിനപ്പുറത്തോട്ട് അറിയില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇക്കാമത്തായി പോകും, ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ബാങ്കായി പോകും. ആ കോലത്തിലുള്ള ബാങ്കും ഇക്കാമത്തും, വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും. കുട്ടി ജനിച്ചാൽ ഉടനെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ കൊടുക്കണം. കൊടുക്കുമ്പോൾ കുട്ടിയിൽ നിന്ന് പൈശാചികത മാറും. ഉറപ്പാണത്. ഇതൊക്കെ ഇമാമികൾ പറഞ്ഞ ഫത്ഹുൽ മുഈനിലുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്താൻ ബാങ്കിന്റെ വിഷയത്തിൽ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, മോട്ട് കാണിക്കുന്ന, കുസൃതികൾ കൂടുതൽ കാണിക്കുന്ന, വീട്ടിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്നതാകുന്ന, പൈശാചികത ഉളവാക്കുന്ന മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? മക്കൾക്ക് മാത്രമല്ല, വലിയവർക്ക് വരെ വലത്തെ കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും. ബാങ്ക് വെക്കാതെ പള്ളി മാത്രം കൊടുക്കാനില്ല, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊടുക്കണം. വീട് പൈശാചികത ഒഴിവാകും. അതിന് വലിയ മൈക്കേട്ടിയൊന്നും കൊടുക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? അല്ലാതെ കൊടുത്താൽ മതി വീട്ടുകാർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ കുട്ടി ജനിച്ചാൽ ഉടനെയുള്ളതാകുന്ന ബാങ്കും ഇഖാമത്തും അവിടെ ആണ് ഇല്ല എങ്കിൽ അവിടെ ഒരു പെണ്ണ്, ശുദ്ധിയായ പെണ്ണാണ്, അവക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ആളെ തപ്പുക. പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ വിടുകയാണ്. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ആള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തത്. ആ കുട്ടിയിൽ പൈശാചികത കൂടുകയാണ്. ആ കുട്ടിയിൽ എത്രയും പെട്ടെന്ന് പിശാച് ഒഴിവാക്കണം. പ്രസവിച്ച് വീണാൽ ഉടനെ കേൾപ്പിക്കേണ്ടതാണ് ബാങ്ക്. പക്ഷെ അത് നടന്നിട്ടില്ല. കാരണം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അല്പം വൈകും. കുറച്ച് കഴിഞ്ഞിട്ടും കൊണ്ട് വരും. അല്ലാതെയും പ്രസവം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ തന്നെ പ്രസവം എടുത്ത് ഇപ്പൊ കേസും ബുക്കാറുമായിട്ട് നടക്കുന്ന വിഷയം. അത്തരത്തിലുള്ള കോലാഹലങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ ആളുകൾ. വേറെ ആര് ചെയ്തെല്ലാലും കുഴപ്പമില്ല, ഈ ഖൗമ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമായി, കോലാഹലമായി സമൂഹത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രത്യേകം അത്തരത്തിലുള്ള വിഷയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് താഴ്മയായി പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഓർത്താൻ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചവരെന്ത് ചെയ്യും? പ്രസവം എടുക്കാൻ ഭർത്താവ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കാൻ, എന്നിട്ട് കടയിൽ പോയിട്ട് സാധാ ബ്ലേഡ് വാങ്ങിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊക്കിൽ കൂടി കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇന്ന കോഴ്സ് പാസ്സായെന്ന് പറയും. ഏത് കോഴ്സ് പാസ്സായാലും അവസാനം ഇപ്പൊ കണ്ടില്ലേ, സർട്ടിഫിക്കറ്റിന് വേണ്ടി കടന്ന് ഓടുകയാണ്, നെട്ടോട്ട് ഓടുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് കരുതിയാണ് ഇവർ കേസ് കൊടുത്തത്. നോക്കിയപ്പോ ഇപ്പൊ ഇവർക്കെതിരെ കേസായി. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അത് മറ്റൊരു വിഷയം നിൽക്കട്ടെ. പഴയ കാലത്ത് ചെയ്തിരുന്നു, ഓക്കെ, ശരി തന്നെയാണ്. ഇപ്പോഴും ചെയ്യാൻ പറ്റൂല, ചെയ്തോ. പക്ഷെ ഇത്തരത്തിലുള്ള കുടിസിൽ കൂടും. നമ്മുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾക്കനുസൃതമായി തന്നെ ജീവിതം പറ്റുള്ളൂ. അതിനെതിരായി ഒരു കാര്യം ചെയ്താൽ അത് പ്രയാസമാണ്.
എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ കൈകാലിട്ടടിച്ച് മതത്തെ പിന്നെ കൂട്ടുപിടിക്കരുത്. പ്രത്യേകം ഓർമ്മപ്പെടുത്താം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരല്പം വൈകും. സാധാരണ ശരീരത്തിലുള്ള കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതാകുന്ന രക്തമൊക്കെ പരിപൂർണമായി തുടച്ചു നീക്കി കഴുകിയൊന്ന് റെഡിയാക്കി ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. പിന്നെ അവിടെ ഒരു വൈകൽ ഉണ്ടാകാൻ പാടില്ല. അവിടെ എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? വലത്തെ കാതിൽ ബാങ്ക്, ഇടത്തെ കാതിൽ ഇഖാമത്ത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ? അപ്പൊ നേരത്തെ പൈശാചികത ഒഴിവാക്കാൻ വേണ്ടി ശാരീരിക ബന്ധത്തിന് മുമ്പ് ഔദും ബിസ്മും പറഞ്ഞതോ അതും വേണം. ഇവിടെയും കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ബാങ്കും ഇഖാമത്തും പറഞ്ഞതോ ഇതും വേണം. ഇതൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകരുത്. പലരും ബാങ്കും ഇഖാമത്തും ഇവിടെ ശ്രദ്ധിക്കും, തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ല. അതും അപകടമാണ്. ഇത് രണ്ടും വേണം. ബാങ്ക് മാത്രം പോരാ, വലത്തെ കാതിൽ ബാങ്കിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ് വലത്തെ കാതിൽ ഓതി കൊടുക്കണം. എന്താ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഇനീഷ്യലാണ്. നമുക്കൊക്കെ ഇനീഷ്യൽ ഉണ്ടാവും. പേരിനോടൊപ്പം എം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ എ ഇങ്ങനെയൊക്കെയുള്ള ഇനീഷ്യൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ ഇനീഷ്യലാണ് ഇത് സൂറത്തുൽ ഇഖ്ലാസ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു സൗന്ദര്യവാനാണ്, സൗന്ദര്യവാനാണ്. അവൻ സൗന്ദര്യത്തെ ഇഷ്ടം വെക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ജമാലിയതുഹു, അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ് നബിയേ? പറയുമോ? അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ് എന്നാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു അഹദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന്റെ സൗന്ദര്യം അവൻ ഏകനാണ്, അവൻ പരാശരരഹിതനാണ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യമായി ലോകത്ത് ഒരാളും ഇല്ല. ഇതാണ് അല്ലാഹുവിന്റെ ജമാലിയത്ത് ഇൻഷലെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗഹീദിന്റെ ഏറ്റവും മഹനീയമായ സൂറത്താണ് ഇത്, സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് ആദ്യം കുട്ടിയുടെ കാതിലേക്ക് കൊടുക്കേണ്ടത്. ശരിക്കും മനസ്സിലാക്കണേ, നല്ലതുപോലെ മനസ്സിലാക്കുക. സൂറത്തുൽ ഇഖ്ലാസ് മറത്തൻ, ഒരു പ്രാവശ്യം എന്തോതണം? സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. മാത്രമല്ല വലത്തെ കാതിൽ തന്നെ ഓതണേ. സൂറത്തുൽ ഖദരി, സൂറത്തുൽ ഖദർ പാരായണം ചെയ്യണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദർ കുട്ടിയുടെ വലത് കാതിൽ ഓതണേ. മൻ ഖറഅ സൂറത്തുൽ ഖദരി മറത്തൻ വാഹിദ ഫീ ഉദ്നി സബീഹി ലം യുഖദ്ദരില്ലാഹു സിനാ തൂല ഉംരിഹി. ആരെങ്കിലും കുട്ടിയുടെ കാതിലേക്ക് സൂറത്തുൽ ഖദർ പാരായണം ചെയ്തുവോ, ആ കുട്ടിക്ക് ഒരിക്കലും വ്യഭിചരിക്കേണ്ട അവസ്ഥയുണ്ടാവില്ല. ഹറാമായ തലത്തിലേക്ക് കണ്ണോ കാതോ ശരീരത്തിന്റെ അവയവങ്ങളോ കൊണ്ടുപോകുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലം യുഖദ്ദിരില്ലാഹു സിനാ തൂല ഉംരിഹി. എത്ര വയസ്സ് ജീവിച്ചാലും ആയുസോളം പരിപൂർണമായി വ്യഭിചാരത്തിൽ നിന്ന് മുക്ത ജീവിതമാണ്. ഒരിക്കലും ഹറാമായ തലത്തിലേക്ക് ആ കുട്ടി പോകില്ല. ജനിച്ചാലുടനെ വലത് കാതിൽ ബാങ്കും ഇഖാമത്തിനോടൊപ്പം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ല സൂറത്തുൽ ഖദർ നമ്മളിപ്പോ അസറക്കരിക്കുമ്പോഴും മാരുക്കരിക്കും മാത്രം ഓതി വിടുക. ഈ സമയത്ത് റമദാനി മാത്രം ഉണ്ട് സൂറത്തുൽ ഖദർ വരുമ്പോൾ. അപ്പം മാത്രമല്ല, അല്ലാത്തപ്പോഴും ഓതണം. ലൈലത്തുൽ ഖദറിന്റെ രാവാണ് ഇന്ന് അല്ലേ, 29. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതണമെന്നാണ്. അപ്പൊ ഇന്നത്തെ മഗ്രിബിന് ശേഷം സുബഹിക്ക് മുമ്പായിട്ട് സൂറത്തുൽ ഖദർ, ഈ സൂറത്ത് എത്ര വട്ടം ഓതണം? ഒന്ന് ഉറക്കെ പറയും സഹോദരങ്ങൾ, എത്ര വട്ടം ഓതണം? 7 പ്രാവശ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അമലിനുള്ളതായി പറയുന്നത്, ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വെറുതെ ഇങ്ങനെ ഹാഹു പറഞ്ഞിട്ട് പോവല്ല, ഇൽമു പറഞ്ഞിട്ട് പോവാ. ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഖാല അലി റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി 7 മറാത്തിൻ ഫീ ലൈലത്തിൽ ഖദ്രി അഫാഹു അല്ലാഹു മിൻ കുല്ലി ബലാ. ആരെങ്കിലും സൂറത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം പാരായണം ചെയ്തു, എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു അവനെ കാക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാര് തങ്ങളാണ്. അലിയാണ് എന്റെ മരുമകനാണ്. ആ അലിയാര് തങ്ങളാണ് പറഞ്ഞത്, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം സൂറത്തുൽ ഖദർ ആരൊരുവനെ പാരായണം ചെയ്തു, അഫാഹു അല്ലാഹു മിൻ കുല്ലി ബലാ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അവന് കാവലാണ്, കാവലാണ്. മാത്രമല്ല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ഹേതുവാണ്. അലി റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതെപ്പോഴാ ഓതേണ്ടത്? ഇന്നത്തെ മഗ്രിബിന് ശേഷം സുബഹിക്കുമായിട്ട് ലാസ്റ്റ് ചാൻസ് ആണ്. ഒരു പക്ഷേ ഇതുകൊണ്ട് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണമാണ്. അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. അപ്പൊ സൂറത്തുൽ ഖദർ ജനിച്ചപ്പം മാത്രം അല്ലെങ്കിൽ റമദാനിലെ ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണത് സൂറത്തുൽ ഖദർ. അതുകൊണ്ടാണല്ലോ യാത്രയുടെ വേളയിൽ ഇവിടെ ശ്രദ്ധിക്കും, യാത്ര തുടങ്ങുമ്പോൾ ഏതോതും സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വണ്ടിയിലേക്ക് ചാവി ഇട്ടിങ്ങടെ തിരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഖദർ 3 വട്ടം ഓതണം. കാർ ഓടിക്കുമ്പോൾ, സ്കൂട്ടർ ഓടിക്കുമ്പോൾ, എന്നിട്ട് വേണം പോകാൻ. അങ്ങോട്ട് ഓടിച്ചാൽ അവിടെ ഇവിടെ പോയി ഇടിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ ഓതിയാലെന്താ? ആ യാത്രയോടനീളം അല്ലാഹു സംരക്ഷണമാണ്. ഒരു പ്രയാസം ഉണ്ടാവില്ല, നല്ല സംരക്ഷണം. അല്ലാഹു കാവൽ നസീബാക്കുമാറാവട്ടെ. ഒക്കെ മനസ്സിലാക്കണം സൂറത്തുൽ ഖദറിന്റെ മഹത്വം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അത് ഈ സമയത്തും ഈ സന്ദർഭത്തിലും പ്രത്യേകം പുണ്യമായതുകൊണ്ടാണ് ഇതൊന്ന് ഉണർത്തിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ജനിച്ച കുട്ടിയുടെ കാതിൽ, വലത്തെ കാതിൽ കൊടുക്കണം. ഇതൊക്കെ അപ്പൊ എന്തൊക്കെയായി? ബാങ്കായി, ഇടത് കാതിൽ ഇഖാമത്തായി, വീണ്ടും വലത്തെ കാതിൽ വീണ്ടും തിരിച്ചു നട്ടുന്നു കൊടുക്കണം. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ ഓതി കൊടുക്കണം. ഇനി ഒരു ആയത്ത് കൂടിയുണ്ട്. അതേതാത്? വഇന്നി ഉഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയുടെ കാതിൽ കൊടുത്തതാകുന്ന മനോഹരമാക്കപ്പെട്ടതാകുന്ന വാക്കാണത്. പരിശുദ്ധമായ ഖുർആൻ ലോകരെ പഠിപ്പിക്കുകയാണ്. ഫലമ്മാ വദഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم.
മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചതാണ് രക്ഷിതാക്കൾ. പ്രസവിക്കപ്പെട്ടപ്പോൾ ആണല്ല പെൺകുട്ടിയാണ്. അല്ലാഹുവേ ഇത് പെണ്ണാണല്ലോ, ഇതാ മുറാദ് ഹാസിലാവട്ടെ, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി നേർച്ച നേരുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊടുത്തുകൊണ്ട് മഹദിയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഇവളെയും ഇവളുടെ പരമ്പരകളെയും പിശാചിനെ തൊട്ട്, ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നിന്നോട് ശരണം തേടുന്നു അല്ലാഹ്. കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ടതായ ദുആണ്. സർവ്വ ഇമാമിങ്ങളും രേഖപ്പെടുത്തുകയാണ്. ശാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ട പ്രാർത്ഥനയാണ്. ആലി ഇംറാൻ സൂറത്തിലെ 36-ാമത്തെ വചനത്തിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ ഭാഗം മാത്രം ഒന്ന് ഓതണേ. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അതിനാണ് സൂറത്തിന്റെ ആയത്ത് നമ്പർ പറഞ്ഞത്. ആലി ഇമ്രാൻ സൂറത്ത് 36-ാമത്തെ ആയത്ത്. ശരിക്കും ശ്രദ്ധിക്കണേ, അതിന്റെ അവസാനത്തെ ഭാഗം അത് മാത്രം മതി. ഈ വചനം മാത്രം കാണാതെ പഠിച്ചോ. ഏതായത് കൂടെ ഒതുക്കി പഠിക്കും. وإني أعيذها بك وذريتها من الشيطان الرجيم. പിശാചിനെ തൊട്ട് മക്കളെ സംരക്ഷിക്കൽ ഇസ്ലാമിൽ മുസ്ലിമിന് ഏറ്റവും വലിയ സംഗതിയാണ്, കാര്യമാണ് എന്നറിയിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഭാര്യമായ കടപ്പറയിലേക്ക് പോകുമ്പോഴും അഊദു ബിസ്മിഹിം ചൊല്ലൽ നിർബന്ധമാണ്, സുന്നത്താണ്. കുട്ടിയുണ്ടാകുമ്പോ കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കൽ പൈശാചികത ഒഴിവാക്കാനുള്ള പ്രവണതയാണ്. അവർക്ക് സൂറത്തുൽ ഖദർ ഓതലോ വ്യഭിചരിക്കാതെ കുട്ടിയെ സംരക്ഷിക്കാൻ ഹേതുവാണ്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയല്ലേ ദുആ ചെയ്തത്? ഈ ദുആയിലൂടെ കിട്ടിയ നേട്ടമെന്തെന്നറിയുമോ? മറിയം ബീവി ഇന്ന് വരെ ലോകത്ത് ഒരു മനുഷ്യനുമായി സ്പർശനം നടത്തിയിട്ടില്ല. അല്ലാഹു ആദരിക്കുകയാണ്. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളുമായി സ്പർശനം നടത്തിയിട്ടില്ല. ഭർത്താവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരെ കൊടുത്തു? കുട്ടിയെ കൊടുത്തു. അതാണ് ആര്? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അതാണ് ഈസാ നബിക്ക് റൂഹ് എന്ന പേര് കൂടി വരാൻ കാരണം. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പഠിപ്പിച്ചത് ആ പെണ്ണിനെയാണ്. ആരെ? മറിയം ബീവി റളിയല്ലാഹു അൻഹ.